രാത്രി ഒളിച്ചും പാത്തും വീട്ടിൽ കയറുന്നത് നിന്റെ ചോരന്റെ കോണം കൊണ്ടാണ്. മോനെ, ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ചൻ. ഇതെങ്ങനെ സൂപ്പർ ഹിറ്റ് ആവോ അതോ മാറ്റിക്ക് തന്നെ ചുരുട്ടേണ്ടി വരൂ? ഞാൻ സൂപ്പർ ഹിറ്റ് ആക്കി എടുക്കൂടെ? ഉറപ്പ് ഉറപ്പ്. മൂവി ഇങ്ങനെ ഒരു സാധനം, ഒരു വെറൈറ്റി സാധനം വന്നതിൽ പുള്ളിക്ക് അഭിമാനിക്കണം. മാസ് എന്ന് പറഞ്ഞാ പോരാ, മരണ മാസ്. വിഷ്വലി ആൻഡ് മേക്കിംഗ് വൈസ് ഭയങ്കര പടമാണ്. ഭയങ്കര ഗൂസ് ബംസ് പറയുന്നത് അത്യാവശ്യം നല്ല ഒരുപാടുണ്ട്. ഞാൻ ശരിക്കും ഇൻട്രസ്റ്റ് ആയി. ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു കഥ വന്നിട്ടില്ല. എന്തോ ഒരു മിസ്സിംഗ് പോലെ തോന്നിയെങ്കിലും പെർഫോമൻസ് വേറെ ലെവൽ, ഒരു രക്ഷയില്ല. എന്റെ പ്രതാപൻ സാറേ, ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അടിപൊളി വിഷ്വൽസ്, പടം കണ്ടിരുന്നു പോകും. എന്റെ മോനെ ഒരു രക്ഷയില്ല. ടോവിനോ എന്ന് പറഞ്ഞാൽ പല ക്യാരക്ടേഴ്സ്, 3 ക്യാരക്ടേഴ്സ്, 3 പേർക്ക് നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. തിയേറ്ററിൽ ഏത് ക്യാരക്ടർ വർക്ക്ഔട്ട് ആവും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പല ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ ഇതുവരെ കാണാത്ത ക്യാരക്ടറായിട്ട് ടോവിനോ അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് കിടിലം പടം. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. പടം അടിപൊളി പടമാണ്. ടോവിനോടെ അഴിഞ്ഞാട്ട് 50ാമത്തെ പടം ടോവിനോ അങ്ങ് ആഘോഷിച്ചേക്കാണ്. അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ടോവിനോയുടെ എഫേർട്ട് നമുക്ക് പോലും ഫീൽ ചെയ്യും. കണ്ടു തള്ളിയോ? പറഞ്ഞു കേട്ടതിലും ഗംഭീരം, അത്യുഗ്രം. അത്രത്തോളം എഫേർട്ടും അത്രത്തോളം സ്ട്രെസ്സും അങ്ങനെയാണ് സീൻസ്. എന്റെ ചേട്ടായി സമ്മതിച്ച് നടന്ന പോരടാ, നല്ല സ്മാർട്ടായിട്ട് ഓടണം കാര്യങ്ങള്. ഈ കണ്ടോ, കൊല്ലം നമ്മള് പൊളിക്കും.